രാത്രി കാലങ്ങളിലെ സഞ്ചാരം അധികം പ്രോത്സാഹിപ്പിക്കാത്ത ഒരു വീടാണ് എന്റെ, പ്രത്യേകിച്ച് എന്റെ ആക്സിഡന്റിന് ശേഷം. പക്ഷെ ഒരു 2-2.5 വർഷത്തെ ഞങ്ങളുടെ എല്ലാവരുടെയും കാത്തിരിപ്പിന്റെ അവസാനമായിട്ടുള്ള ഇവന്റ് അറ്റൻഡ് ചെയ്യാൻ എന്തായാലും പോണെന്ന് ഞാൻ വിചാരിച്ചതാണ്. പിന്നെ നീ ഏത് കുഴിയിൽ വേണമെങ്കിൽ ചാടിക്കോ, ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞു നിൽക്കുന്ന ഇവന്മാർ എന്നെ കൊണ്ടുപോകാതിരിക്കും. പിന്നെ എന്ത് മിസ് ചെയ്താലും അജിത്തേട്ടന്റെ വീട് വാർക്കൽ മിസ് ചെയ്യില്ല എന്ന് ഞാൻ അന്നേ വിചാരിച്ചതാണ്. അങ്ങനെ അത് കൂടാൻ വേണ്ടി വയനാട് വരെ പോയ പോക്കിന്റെ കഥയാണ് ഈ പറയുന്നത്. അവന്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചതിൽ അവനേക്കാൾ സന്തോഷം സത്യം പറയിച്ച ഞങ്ങൾക്കാണ്. ബിക്കോസ് ചിലരൊക്കെ നമ്മൾ കാണുമ്പോൾ വിചാരിക്കില്ലേ, ഇവരെന്താ ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ വന്നേ, കുറച്ചും കൂടി മുന്നേ വന്നിരുന്നെങ്കിൽ നമ്മൾ കുറെ മണ്ടത്തരം ചെയ്യില്ലായിരുന്നു എന്ന്. അങ്ങനത്തെ ഒരാളാണ് ഇവർ. ഈ കാലത്ത് ഇത്രയും നല്ല ഫ്രണ്ട്സിനെ കിട്ടുക ഈസ് ക്വൈറ്റ് റെയർ. രാവിലെ എണീറ്റ് വന്ന എനിക്ക് കണ്ണുടക്കിയത് അവിടെ കണ്ട സമ്മാനങ്ങളിലാണ്. പക്ഷെ അപ്പൊ ഞാൻ എന്റെ മനസ്സിനോട് പറഞ്ഞു, നോ ഇന്ദു, ഇത് അവരുടെ വീടിന്റെ പാൽകാച്ചലിന് കിട്ടിയ ഗിഫ്റ്റുകളാണ്. അതുകൊണ്ട് കാപ്പി അച്ചപ്പം കഴിച്ച് മൈൻഡ് ഡിസ്ട്രാക്ട് ചെയ്യാൻ പുറത്തിറങ്ങിയപ്പോ അതാ വരുന്നു പെട്രോയും പെട്രോയുടെ അച്ഛനും. ഭയങ്കര പൂക്കിയായിട്ടുള്ള ഒരാൾ എല്ലാ ഗാങ്ങിലും കാണും. ഈ ഗാങ്ങിൽ അത് ഷാജിക്കുനെ. എവിടെ ചെന്നാലും വിശപ്പിന് നമ്മൾ അത്യാവശ്യത്തിൽ അധികം പ്രാധാന്യം കൊടുക്കണല്ലോ. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ അടിപൊളി ഫുഡൊക്കെ കഴിച്ചു.